യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ വളരെ പ്രാധാന്യമേറിയ കാര്യങ്ങൾ, ശിഷ്യത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് കർത്താവ് പറയുന്നതായിട്ടുള്ള വാക്കുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഞാൻ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടിപ്പാക്കുന്നു എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്നലെ ചിന്തിക്കാനിടയായി തീർന്നത്. കർത്താവ് തൻ്റെ വചനത്താലും നമ്മൾ കടന്നു പോകുന്ന വിവിധ സാഹചര്യങ്ങളിലൂടെയും കർത്താവ് നമ്മളെ രൂപാന്തരപ്പെടുത്തുകയും പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുവാനും കൂടുതൽ ഫലം കായ്ക്കാനുമുള്ള ഒരു നിലവാരത്തിലേക്ക് കർത്താവിന് നമ്മളെ കൊണ്ടുവരാനായിട്ട് കഴിയും എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ ചിന്തിക്കാനായിട്ടിടയായി. വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു എന്ന് കർത്താവ് പ്രസ്താവിച്ചത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ 9 മുതൽ അതിൻ്റെ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു നമുക്ക് കർത്താവുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് കർത്താവ് അവിടെ വ്യക്തമാക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അപ്പം കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നു എന്നുള്ളത് കർത്താവ് അവിടെ എങ്ങനെയാണ് എന്നുള്ളത് കർത്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് 10-ാമത്തെ വാക്യത്തിലാണ് നമ്മളത് കാണുന്നത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ. അപ്പോൾ നമ്മൾ ഓൾറെഡി 14-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചു, അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതാണ് അവനോടുള്ള സ്നേഹം. അല്ലെങ്കിൽ അവൻ്റെ സ്നേഹം നമ്മളിൽ തികഞ്ഞിരിക്കുന്നു എങ്കിൽ നാം അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും എന്നുള്ളത് നാം കാണാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നു എന്ന് പറയുകയും ഇരുളിൽ നടക്കുകയും ചെയ്താൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു എന്ന് ദൈവത്തിന് 1 യോഹന്നാനിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ കൽപ്പനകൾ പ്രമാണിക്കുന്നു എന്ന് പറയുകയും ഇരുളിൽ നടക്കുകയും ചെയ്യാനും സഹോദരനെ പകയ്ക്കാനും നമുക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച്, പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് കർത്താവ് പിതാവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ തന്നെ അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ, നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയായിട്ട് നാം സ്നേഹിക്കണം എന്നുള്ളൊരു കൽപ്പനയാണ് നൽകിയിരിക്കുന്നത്. 14-ാം അധ്യായത്തിൽ തന്നെ കർത്താവ് പറഞ്ഞു, ഞാൻ പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നാണ്. നിങ്ങൾ അങ്ങനെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളൊരു ശിഷ്യന്മാരെന്ന് ലോകം അറിയും എന്ന് പറയാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ നമുക്ക് പലപ്പോഴും ഈ സ്നേഹം എന്ന് പറയുമ്പോൾ കൂടുതൽ നമുക്കൊന്നും പറയാനായിട്ടില്ല. കാരണം ആ ഒരു രംഗത്ത് പലപ്പോഴും പല സാഹചര്യങ്ങളിലും നമ്മളൊരു പരാജയമാണ് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ സ്നേഹിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ആ സ്നേഹത്തിന് ഉണ്ടാകുന്ന പ്രതിസന്ധികൾ എന്താണ്, പ്രായോഗികമായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് എന്താണ്, സ്നേഹിക്കുന്നതിലുള്ള ഏത് നിലയിലൊക്കെ നമുക്ക് അധികമായിട്ട് സ്നേഹിക്കാനായിട്ട് കഴിയും എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാമല്ലോ, കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് പോലെ ആത്മീയമായിട്ട് നമുക്കൊരു സ്നേഹം ഉണ്ടെങ്കിൽ അത് നിശ്ചയമായിട്ടും പ്രകടമാകുന്നത് നമ്മുടെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു വിഷയത്തിലാണ് കൂടുതൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ആത്മാർത്ഥമായിട്ട് നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഓർത്ത് പ്രാർത്ഥിക്കാനും ആ പ്രാർത്ഥനയിൽ ദൈവം നമ്മളെ ഗൈഡ് ചെയ്തതിനനുസരിച്ച് ആ വ്യക്തിയോടെ എല്ലാ നിലയിലും കൂട്ടായ്മയിലായിരിക്കാനുമായിട്ട് കർത്താവ് നമുക്ക് ഇടയാക്കി തീർക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ പ്രായോഗികമായിട്ട് പലപ്പോഴും നമ്മളും നമ്മുടെ വ്യക്തിത്വവും അല്ലെങ്കിൽ നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത പ്രിയപ്പെട്ടവർ, ഇത്രയല്ലാതെ നമ്മുടെ സ്നേഹത്തിൻ്റെ സർക്കിളിൽ നിന്ന് അധികമായിട്ട് അതിന് റേഡിയസ് അധികം ദൂരം ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രായോഗികമായിട്ട് സ്നേഹിക്കാനും കരുതാനും ഒക്കെ ഉള്ളതിനേക്കാളും കൂടുതൽ നമുക്ക് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ കൂടുതൽ ഒരു ഷെല്ലായിട്ട് ഒരു ഒതുങ്ങിക്കൂടാനായിട്ട് എപ്രകാരം കഴിയും. മറ്റുള്ളവരെ ശല്യപ്പെടുത്തുകയും വേണ്ട, എന്നാൽ നമ്മൾക്ക് അവരെ കൊണ്ടൊരു ശല്യവും അധികം ഉണ്ടാകുകയും ചെയ്യരുത് എന്നുള്ള ഒരു നിലയിൽ നമ്മൾ ഈ പണ്ട് സ്കൂളിലൊക്കെ അസംബ്ലിക്ക് നിൽക്കുമ്പം 1 arm ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഒരു കയ്യകലം ദൂരെ എന്നാണ് 1 arm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ നീട്ടിയാൽ മറ്റവൻ്റെ കയ്യിലോ അല്ലെങ്കിൽ തോളത്തോ പോയി മുട്ടാത്തതുപോലെ ഉള്ള ഒരു അകലത്തിൽ നിൽക്കുക. ഒരു കയ്യകലത്തിൽ എന്ന് നമ്മൾ പറയുന്നത് പോലെ നിൽക്കാനാണ് പലപ്പോഴും നമ്മൾ താല്പര്യപ്പെടുന്നത്. കാരണം പലപ്പോഴും നമുക്ക് സ്നേഹിച്ച് മുന്നോട്ട് പോകുമ്പം പല പ്രതിസന്ധികൾ നമുക്കുണ്ടാകുന്നത് നമുക്കറിയാനായിട്ട് കഴിയും. കാരണം നമ്മൾ ആരെ സ്നേഹിക്കുന്നോ അവരിൽ നിന്ന് തന്നെ നമുക്ക് പലപ്പോഴും തിക്താനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഈ സ്നേഹിക്കാൻ പോയിട്ടുള്ളവരുടെയൊക്കെ
അനുഭവം. പണ്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള പോലെ ഒരു ഉറുമ്പിനെ രക്ഷിക്കാൻ വേണ്ടി അച്ഛൻ താടിയെ കയറിയ ഒരു ഉറുമ്പിനെ രക്ഷിക്കാനായിട്ട് ആ താടി കൊണ്ട് ഉറുമ്പിക്കൂട്ടി കാണിച്ചപ്പോൾ എല്ലാം കൂടെ കയറി എന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് പലപ്പോഴും ഈ സ്നേഹിക്കാനും കരുതാനും കൂടുതൽ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ പോയാൽ നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നത്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ ഒരു രസകരമായ വർത്തമാനം, അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ വിൽ സഫർ എന്ന് പണ്ടാരോ പറഞ്ഞിട്ടുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് പലപ്പോഴും തോന്നുന്നത് ഈ അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ വിൽ സഫർ, കൂടുതൽ ഒരു വ്യക്തിയോട് അടുക്കാൻ പോയാലോ, ആ വ്യക്തിയുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കാൻ പോയാലോ, ആ വ്യക്തിയുടെ ഭാരങ്ങൾ ഷെയർ ചെയ്യാൻ പോയാലോ ഒക്കെ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു അനുഭവം. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മംഗലാപുരം ടൗണിൽ ഒരു ദൈവദാസൻ കടന്നു വരികയും അദ്ദേഹത്തിൻ്റെ വലിയൊരു പബ്ലിക് മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഒരു അവസരം ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ആ ക്രൂസൈഡൊക്കെ കഴിഞ്ഞ് വളരെ ഒത്തിരി ആൾക്കാരൊക്കെ കടന്നു വന്നു, കുറേ പേര് രക്ഷിക്കപ്പെട്ട് അങ്ങനെയൊക്കെ നല്ലൊരു അനുഭവത്തിൽ അതായിത്തീർന്നു. എന്നാൽ അതിൻ്റെ അടുത്ത ദിവസം അതിരാവിലെ നോക്കുമ്പം എൻ്റെ ഭവനത്തിന് മുന്നിൽ ഒരാൾ പ്രത്യക്ഷമായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളുടെ ഇതിന് വന്നിരുന്നു, ഞാൻ നിങ്ങളെ കണ്ടിരുന്നു, നിങ്ങൾ അവിടെ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി, ഞാൻ രക്ഷിതാവും കർത്താവുമായിട്ടൊക്കെ സ്വീകരിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ എല്ലാ സൗകര്യങ്ങളും എനിക്ക് ചെയ്തു തരണമെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വരാനായിട്ട് ഇടയായിട്ട് തീർന്നു. അദ്ദേഹത്തിൻ്റെ അത് ജോലി എടുക്കുന്ന സമയത്ത് തലയിൽ എന്തോ ഒരു ഭാരമുള്ള ഈ കൺസ്ട്രക്ഷൻ വർക്കറായിരുന്നു. അവിടെ ഒരു എന്തോ സാധനം വന്ന് വീണിട്ട് തല പൊട്ടി, അങ്ങനെ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നൊക്കെ പറഞ്ഞ്, ഞാനൊന്ന് ഒറ്റയ്ക്ക് താമസിക്കുക, വിവാഹിതനൊന്നും അല്ല. അപ്പം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോവുകയും ട്രീറ്റ് ചെയ്യാൻ കൊണ്ടുപോവുകയും, കാരണം നമ്മൾ ഈ വെറുതെ നമ്മൾ സ്നേഹം ഇങ്ങനെ പറഞ്ഞാൽ പോരല്ലോ, സ്നേഹം പ്രാവർത്തികമാക്കണമല്ലോ. അത് വളരെ നിർബന്ധമുള്ള ഒരു, അല്ലെങ്കിൽ അങ്ങനെ തോറ്റെന്ന് നമുക്ക് സമ്മതിച്ചു കൊടുക്കാനായിട്ട് പെട്ടെന്ന് പറ്റത്തില്ലല്ലോ. എന്നാൽ അത്രയ്ക്കുള്ള സ്നേഹം എനിക്ക് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. എന്നാൽ സ്നേഹം പലരും പറയുന്നത് എനിക്ക് അത്രയും സ്നേഹം ഇല്ല ബ്രദറെ, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനും കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമില്ലെങ്കിൽ ഈ സ്നേഹിക്കാനുള്ള പവർ കർത്താവ് തരാമെന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഈ പ്രായോഗികമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പലരും ചെയ്യാനായിട്ട് മുതിരാത്തതും നിൽക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കാര്യങ്ങൾ എൻ്റെ ഇത് ഡിസ്റ്റർബൻസ് ഇല്ലാതെ പോകണം എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് അധികം വെഞ്ചൂർ ചെയ്ത് പോകാറില്ല. വളരെ പ്രയാസകരമായ അനുഭവങ്ങളാണ് പിന്നെ എനിക്കുണ്ടായതൊക്കെ. ഞാനൊന്നും പറഞ്ഞ് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവസാനം എനിക്ക് മനസ്സിലായി, അദ്ദേഹം കർത്താവിനോടുള്ള സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു നിലയിൽ കടന്നു വന്നതും ഒരു ചൂഷണം ചെയ്യാനായിട്ട് കടന്നു വന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാവുകയും കുറേ നാളുകൾ അദ്ദേഹത്തെ ഇത് ചെയ്തതിന് ശേഷം പിന്നെ അദ്ദേഹം വരാതാകുകയോ ഒഴിവാകുകയോ എന്തോ ചെയ്ത ഒരനുഭവം ഇതുപോലെ പല അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടാകാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. കാരണം സ്നേഹിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ പഠിക്കുന്ന പലപ്പോഴും ഉള്ള പ്രായോഗിക പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെക്കൊണ്ടത് പലപ്പോഴും സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഇതുപോലെ കടന്നു വരുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് വീട്ടിൽ കയറി താമസിപ്പിക്കാനോ, എനിക്ക് അടുത്ത കാലത്തുണ്ടായ വലിയൊരു അനുഭവമാണ്. ഒരു ദിവസം ഒരു വൈകുന്നേരം ഒരു വ്യക്തി ഭാര്യയും 2 കുഞ്ഞുങ്ങളും ആയിട്ട് ഇവിടെ കടന്നു വരികയും എനിക്ക് അദ്ദേഹത്തെ വീട്ടിൽ കയറ്റി 1-2 ദിവസം താമസിപ്പിക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ പിന്നീട് ഞാൻ അറിഞ്ഞു ഭൂലോക ഒരു കള്ളനാണ് വന്ന് താമസിച്ചതെന്നും പലയിടത്തും തട്ടിപ്പ് നടത്തിയതിന് ശേഷം കടന്നു വന്നതാണെന്നും. എന്നാൽ ദൈവനാമത്തിൽ ഞാൻ അദ്ദേഹത്തെ, എനിക്ക് പേരോ ഊരോ ഒന്നും അറിയാത്ത ഒരു വ്യക്തിയെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ച് അദ്ദേഹത്തോടു കൂടെ വീട്ടിൽ കയറി കിടന്ന് ഉറങ്ങുക എന്ന് പറയുമ്പോഴത്തേക്ക് പണ്ട് ജീൻവാൽജീൻ്റെ കഥയൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത്. അതുപോലുള്ള ചില സാഹചര്യങ്ങളായിട്ട് തീരാനിടയായിട്ട് തീർന്നു. നോക്കിയാട്ടെ. അപ്പോൾ സ്നേഹിക്കണം എന്നുള്ള ആ കാര്യം നമുക്ക് പ്രായോഗികമാക്കുമ്പോൾ അത് പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സുമടുത്ത് പോകുന്നതും നമുക്കത് പ്രായോഗികമായിട്ട് പലപ്പോഴും ചെയ്യാൻ കഴിയാത്തതും, ഒരുപക്ഷെ ദൈവത്തിൽ ആശ്രയിച്ച് മാത്രം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില അനുഭവങ്ങളാണ് എന്ന് എന്നെ കേൾക്കുന്നവർക്കും ഇതിനേക്കാളും വളരെ അനുഭവമുള്ള ആൾക്കാരാണ് എന്ന് ഞാൻ വിചാരിച്ച് പറയും. എന്നാൽ നമുക്കതങ്ങനെ 1-2 പരാജയങ്ങൾ സംഭവിച്ചെന്ന് വെച്ചൊന്നും നമ്മൾ പിന്മാറിപ്പോകേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ സ്നേഹിക്കാനായിട്ട് കടപ്പെട്ടവരാണ്, അന്യോന്യം സ്നേഹിക്കാനായിട്ട് കടപ്പെട്ടവരാണ്, വിശേഷ സഹോദരങ്ങളെ സ്നേഹിക്കാനായിട്ട് കടപ്പെട്ടവരാണ് എന്നുള്ളത് ഞാൻ ഓർക്കുക. ഇന്നലെ ദിവസം രാവിലെ, ഞായറാഴ്ച ദിവസം രാവിലെ ഞാൻ ആരാധനയ്ക്ക് എഴുന്നേൽക്കുമ്പോൾ രാവിലെ ഈ ക്ലബ് ഹൗസിൽ തന്നെ ഉള്ള ഒരു സഹോദരൻ വിങ്ങിപ്പൊട്ടി കരയുന്നതാണ്
ഞാൻ രാവിലെ അത് കണ്ടുകൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. പെട്ടെന്ന് ആരാധനയൊക്കെ ആയതുകൊണ്ട് ഞാൻ അന്നേരം ഇന്നലെ പകൽക്കാലം അദ്ദേഹത്തെ വിളിക്കാനും, സഹോദര ഇതുപോലെ വിങ്ങിപ്പൊട്ടി ബ്രദർ കരയുന്ന ഒരു സാഹചര്യം ഞാൻ കണ്ടല്ലോ, അതെന്താ ബ്രദറെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു, അതേ ബ്രദറെ ഞാൻ അതുപോലൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുക എന്ന് പറഞ്ഞു. എന്നിട്ട് ബ്രദർ എന്താ 24 മണിക്കൂർ ആയല്ലോ അത് കണ്ടിട്ട്, എന്നിട്ട് എന്നെ നേരത്തെ വിളിക്കാഞ്ഞെന്ന് എന്നോട് ചോദിച്ചു. കാരണം നമ്മൾ മറ്റുള്ളവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അവരുടെ ചില സന്ദിഗ്ധ സാഹചര്യങ്ങളിൽ നമ്മളാലാവുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ തക്കവണ്ണം ദൈവം നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവമാണ്, നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്. കേവലം ശരി ബ്രദറെ പ്രസംഗിക്കേണ്ടതൊക്കെ പ്രസംഗിച്ചു, ആമേനും പറഞ്ഞു, നീ ഇനി നിൻ്റെ സ്ഥലത്ത് പോയിക്കോ, നിൻ്റെ ഭാരവും പ്രയാസമായിട്ട് നീ പോകേണ്ടടുത്ത് പോയിക്കോ, എനിക്കത് അറിയേണ്ട കാര്യവുമില്ല, ഞാൻ പ്രസംഗിച്ച് എൻ്റെ ലോഡെല്ലാം ഷെഡ് ചെയ്ത് കഴിഞ്ഞു, ഇനിയിപ്പം കൂടുതൽ ഫർദറൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ആയിരിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പല കാര്യങ്ങളും, നമ്മുടെ റിസോഴ്സസും പലതും അത് നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ സഹോദരങ്ങൾക്കും കൂടെ പങ്കിടാൻ തക്കവണ്ണമാണ് ദൈവം നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് പല സാഹചര്യത്തിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നമ്മൾ യഥാർത്ഥമായിട്ട് നമ്മൾ ഈ സ്നേഹിക്കാനും സഹായിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ ആ വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവരെ ഹൃദയത്തിൽ വഹിക്കുകയും കേവലം ബൈബൈ കണ്ട് പറയാനുള്ള ഒരു ബന്ധം മാത്രമല്ല, അതിൽ കൂടുതൽ ബന്ധമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രായോഗികമായിട്ട് പല നിലകളിലും ഒരുപക്ഷെ വലിയ സഹായങ്ങളൊന്നും വേണ്ട, നമ്മുടെ സാന്നിധ്യം മതിയായിരിക്കും. അല്ലെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ചോദ്യം, ബ്രദർ ഇങ്ങനെ വിങ്ങിപ്പെട്ടി കരയുന്നത് കണ്ടല്ലേ, എന്താ ബ്രദറെ കാര്യം എന്ന് അന്വേഷിക്കുമ്പോൾ തന്നെ അവർക്കൊരു കാര്യം ഉറപ്പാകും. എത്രയോ ദൂരത്ത്, കിലോമീറ്ററുകൾ ദൂരത്തിരിക്കുന്ന എന്നെക്കുറിച്ച് എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ ദൈവം ഇത് വെളിപ്പെടുത്തിയെങ്കിൽ ദൈവം എൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് കൺസേൺഡ് ആണ്, ദൈവം എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതാണ് എന്ന് അവർക്ക് മനസ്സിലാകാനും അത് ദൈവത്തിലുള്ള ഒരു ഉറപ്പായിട്ട് അവർക്കത് തീരാനും ഇടയായി തീരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ ദിവസങ്ങളിൽ നമ്മളെ ആ നിലയിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹമില്ല. അവൻ നമുക്ക് വേണ്ടി ജീവനെ വെച്ച് തന്നിരിക്കാൻ സ്നേഹം എന്താണെന്ന് നാം അറിഞ്ഞിരിക്കുന്നു എന്ന് നാം അവിടെ യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം. എന്നിട്ട് കർത്താവ് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എന്നെ വളരെ താങ്ങി നടത്തിയ ഒരു വാക്യമാണ് ഈ 15-ാം അധ്യായത്തിലെ 16-ാം വാക്യം. അത് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചും ഇരിക്കുന്നു എന്ന് പറയുന്നതായിട്ടുള്ള ഭാഗമാണ്. നമ്മൾ പലപ്പോഴും ആദ്യ സമയങ്ങളൊക്കെ ക്രിസ്തുവിലേക്ക് വരുമ്പം കർത്താവിന് ഞാൻ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. അപ്പം നമ്മളിങ്ങനെ ദൈവത്തിന് വേണ്ടി പലതും ഇങ്ങനെ ചെയ്ത് നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ദൈവം ഓർപ്പിക്കുന്നത്, മോനെ നീ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. നമ്മൾ ഈ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ നമ്മൾ കണ്ടല്ലോ, ഫിലിപ്പോസ് ചെന്ന് നഥനയേലിനെ വിളിക്കുമ്പോൾ നഥനയേലിനോട് പറയുന്നത്, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുന്നേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നഥനയേൽ കർത്താവിൽ വിശ്വസിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. കാരണം ഫിലിപ്പ് നിന്നെ വിളിക്കാനുള്ള കാരണം, ഞാൻ നിന്നെ വിളിച്ചത് കൊണ്ടാണ് ഫിലിപ്പ് നിന്നെ വിളിക്കാനുള്ള കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തതിനെക്കുറിച്ചും ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള മുന്നറിവിനെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. എഫേസ്യർ എഴുതുന്ന ലേഖനം, അതുപോലെ റോമർക്ക് എഴുതുന്ന ലേഖനം, മറ്റിതര ദൈവവചന ഭാഗങ്ങളിലൊക്കെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട് കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതിയും പ്ലാനും. ദൈവം തൻ്റെ സ്നേഹത്തിൽ ലോകസ്ഥാപനം മുമ്പ് തന്നെ നമ്മളെ വിളിക്കുകയും ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതൊക്കെ സത്യമാണ് താനും. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന കാര്യമാണ്. നമ്മൾ സുവിശേഷം കേൾക്കാനായിട്ട്, നമ്മൾ കർത്താവിനെ സ്വീകരിക്കാനായിട്ട്, നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഒക്കെ ഇടയായിത്തീരുന്നതിൻ്റെ ഒരു കാരണം ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഈ നിർണയപ്രകാരമുള്ള ഈ വിളി നിമിത്തമാണ്, ഈ പദ്ധതി നിമിത്തമാണ്. ഈ പദ്ധതി നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിറവേറുന്നത് എന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ കാണാനായിട്ടിടയാണ്. അപ്പം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ തളരുന്ന സമയങ്ങളിലും നമ്മൾ ഭാരപ്പെടുന്ന സമയങ്ങളിലും, കർത്താവെ ഞാനിനി ഈ വിശ്വാസ ജീവിതത്തിൽ നിലനിന്ന് പോകുമോ എന്ന് പോലും നമ്മൾ ഭാരപ്പെടുന്ന പല സമയങ്ങളിലും ദൈവം നമ്മളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, മോനെ നീ എന്നെ പിടിച്ചേക്കുവല്ല, ഞാൻ നിന്നെ പിടിച്ചേക്കുക, ഞാൻ നിന്നെയാണ് തിരഞ്ഞെടുത്തേക്കുന്നത്.
നീ എന്നെ പിടിച്ചതിന് ശേഷം പിടിവിട്ട് പോകാതിരിക്കാൻ വേണ്ടി കൈ കഴിക്കുന്നെങ്കിലും നിന്റെ വിരലുകൾ തളരുന്നെങ്കിലും നിന്റെ സകല ശക്തിയും ചോർന്നു പോകുന്നു എന്ന് നിനക്ക് തോന്നുമ്പോഴും നീ പിടിവിടാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൈൻഡ്ലി അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് യു ഹാവ് ഹെൽഡ് മീ ബട്ട് ഐ ഹാവ് ഹെൽഡ് യു. ഐ ഹാവ് ടേക്കൺ ഹോൾഡ് ഓഫ് യു. ഞാൻ നിന്നെ പിടിച്ചേക്കുവാൻ, നീ എന്നെ പിടിച്ചേക്കുവല്ല. നീ ഭാരപ്പെടാതെ, എല്ലാം നിന്റെ ഇച്ഛാശക്തിയിലും നിന്റെ തെരഞ്ഞെടുപ്പിലും നിന്റെ ഇതിലും കടന്നു പോകുന്നതെന്ന് നീ വിചാരിക്കരുത്. കർത്താവ് നിന്നെ പിടിച്ചേക്കുക, കർത്താവിന്റെ കൃപയിൽ നിന്നെ വഹിച്ചേക്കുക. ഈ ആലോചനയെന്ന് പറയുന്നത് ഇന്ന് തുടങ്ങിയ ഒരു ആലോചനയല്ല. ദൈവം ലോകസ്ഥാപനം മുന്നമേ തന്നെ ക്രിസ്തുവിൽ നമ്മളെ തെരഞ്ഞെടുത്ത് നമ്മളെ മുന്നിയമിച്ച് ദൈവം വെച്ചേക്കുകയാണ് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു. അത് പറയാനായിട്ട് എനിക്ക് ഒരു വിഷമവും ഇല്ല, ഒരു തിയോളജിക്കലായിട്ടുള്ള ഒരു ബാറും എനിക്ക് അതിനൊരു തടസ്സവും ഇല്ല. അത് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് ഇനിയും എന്നെക്കുറിച്ചുള്ള വരും കാലങ്ങളിൽ ക്രിസ്തുയേശുവിലുള്ള എല്ലാ ദൈവീക പദ്ധതികൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും എന്ന് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത് പോലെ ദൈവത്തിനുള്ള നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അതേസമയം തന്നെ ദൈവം തൻ്റെ പദ്ധതികളൊന്നും നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ദൈവമല്ലെന്നും അത് നമുക്കത് ആ ദൈവിക പദ്ധതികൾ നമുക്ക് പറഞ്ഞു തരികയും ദൈവം അതിനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകുകയും അതനുസരിച്ച് നമ്മുടെയും കൂടെ ആ കോപ്പറേഷനോട് കൂടെയും നമ്മുടെയും കൂടെ സഹകരണത്തോടു കൂടെയാണ് ദൈവത്തിന് തൻ്റെ പദ്ധതികൾ നമ്മളിൽ നടപ്പാക്കാനായിട്ട് ദൈവം തീരുമാനിച്ചേക്കുന്നത്. അല്ലാതെ ദൈവത്തിന് കഴിയാത്തത് കൊണ്ടല്ല, അങ്ങനെ അല്ലാത്തൊരവസ്ഥ വരുത്താൻ ദൈവത്തിന് കഴിയാത്തത് കൊണ്ടല്ല. ദൈവം തൻ്റെ സോവറിനിറ്റിയിൽ ദൈവം തീരുമാനിച്ചേക്കുന്നത് നമ്മളതിനെ ദൈവഹിതത്താൽ ദൈവം നമുക്ക് നൽകിയ ആ സ്വാതന്ത്ര്യത്താൽ ദൈവം നമ്മൾ നാമത് തിരഞ്ഞെടുക്കണം എന്നാണ്. കർത്താവ് നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾക്ക് അത് മനസ്സിലാക്കുമ്പോൾ ആമേൻ എന്ന് നമ്മൾ പറഞ്ഞ് ദൈവവുമായിട്ടുള്ള ആ ദൈവിക പദ്ധതിയിൽ സന്തോഷിക്കുകയും അതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഹിതം എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ അങ്ങനെ നമ്മളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന കർത്താവിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കുന്നു. അപ്പോൾ ഇത് ഏത് നിലയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർക്കുന്ന ഒരു വാക്യമാണ്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് യു ഹാവ് ചോസൺ മീ ബട്ട് ഐ ഹാവ് ചോസൺ യു. നിന്റെ ഫലം നിലനിൽക്കേണ്ടതിന് ഞാൻ നിന്നെ ആക്കി വെച്ചുമിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് പകൽക്കാലം നമ്മളോട് തന്നെ പറയാം, കർത്താവെ പല സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് എൻ്റെ ബുദ്ധിയുണ്ടോ ശക്തിയുണ്ടോ നേരിടാൻ കഴിയാത്തതും ടാക്കിൾ ചെയ്യാൻ കഴിയാത്തതുമായിട്ടുള്ള വിഷയങ്ങളിലാണ് കടന്നു പോകുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ അറിയുന്നു, എന്നെ വിളിച്ചവൻ, എന്നെ ഈ ദൈവകൃപയിലാക്കിയവൻ, എന്നിൽ നല്ല വേലയെ ആരംഭിച്ച കർത്താവ് ക്രിസ്തുവിനെ നാളോളം അതിനെ തികയ്ക്കുവാൻ വിശ്വസ്തനാണ് എന്ന് ദൈവസന്നിധിയിൽ ഞാൻ അറിയുന്നു. എന്ന് ഏത് ദൈവവൈതലിനും കർത്താവിൽ സന്തോഷിക്കാനും അവനെ മഹത്വപ്പെടുത്താനുമായിട്ട് കഴിയും. ആൻഡ് ഹീ ഈസ് ഏബിൾ ടു ക്യാരി മീ ത്രൂ. ഹീ ഈസ് ഏബിൾ ടു ക്യാരി മീ ത്രൂ. കർത്താവിന് എന്നെ നടത്താനും എന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുമായിട്ട് കഴിയും എന്ന് ഓരോ ദൈവവൈതലും വിശ്വസിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചും ഇരിക്കുന്നു എന്ന് ദൈവത്തിന് വേണ്ടി പറയപ്പെട്ട ആ ഭാഗത്തിനായിട്ട് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നിട്ട് ഒരു മാർമികമായ വിഷയം പറയുക. ദൈവദാസൻ അതിനെപ്പറ്റി വളരെ വിശാലമായിട്ട് നമ്മളോട് സംസാരിച്ചു. ലോകം നിങ്ങളെ പകയ്ക്കും എന്നുള്ളൊരു സത്യം നമുക്ക് അറിയാം. അതിൻ്റെ കാരണങ്ങൾ എന്തുകൊണ്ടാണ് പകയ്ക്കുന്നത്, ഇത് എല്ലാം നമ്മൾ ഓൾറെഡി ദൈവവചനത്തിൽ നിന്ന് കേട്ടല്ലോ. അപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു ദൈവവൈതലായിട്ട് നമ്മൾ ഈ ലോകത്ത് ആത്മീയമായിട്ട് ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പോരാട്ടം നമ്മുടെ ജീവിതത്തിൽ തുടങ്ങും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ലോകം, ജഡം, പിശാച് എന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരു ദൈവപൈതലിന് അടിസ്ഥാനപരമായിട്ട് എതിർക്കേണ്ടതായിട്ടുള്ള, അവന് പോരാട്ടമുള്ളതായിട്ടുള്ള 3 കാര്യങ്ങളെ വചനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം, ലോകം നിങ്ങളെ പകയ്ക്കുന്നെങ്കിൽ ആശ്ചര്യപ്പെടരുത്. ലോകത്തോട് സ്നേഹം കൂടാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ദൈവത്തോട് ശത്രുത്വമായി തീരുന്നു. വ്യഭിചാരികളായുള്ളവയെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് തുടങ്ങിയ അനേക വാക്യങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് 1 യോഹന്നാൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, 3-ാം അധ്യായം 13-ാം വാക്യം, യാക്കോബിൻ്റെ ലേഖനം 4:4, അങ്ങനെ പല ഭാഗങ്ങളിൽ നമ്മൾ ഇതുപോലുള്ള ദൈവവചന ഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഈ ലോകം. ലോകം എന്ന് പറയുമ്പോൾ ഈ ഭൂഗോളമോ അല്ലെങ്കിൽ ഈ നമ്മൾ കാണുന്ന ഏതെങ്കിലും നിലയിലുള്ള ചില
ചില മെറ്റീരിയലായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചല്ല ലോകം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ജഡം എന്ന് പറഞ്ഞാലും നമ്മൾ പലപ്പോഴും വിചാരിക്കും അതെൻ്റെ ശരീരമാണ്. എന്നാൽ ഈ ശരീരത്തെക്കുറിച്ചല്ല ജഡമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ശരീരത്തിൻ്റെ കാര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ദൈവഹിതത്തെക്കാളും ദൈവത്തിൻ്റെ ആത്മീയ കാര്യങ്ങളെക്കാളും പ്രയോറിറ്റി ഈ ശരീരത്തിൻ്റെ കാര്യങ്ങൾക്ക് കൊടുക്കണം എന്ന് ഡിമാൻഡ് ചെയ്യുന്ന ആ ഭാവത്തിനെയാണ് നമുക്ക് ജഡം എന്ന് പറയാനായിട്ട് കഴിയുന്നത്. ദൈവഹിതത്തെക്കാളും അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളെക്കാളും അധികം പ്രാധാന്യം ശരീരത്തിൻ്റെ കാര്യങ്ങൾക്കാണ് എന്ന് നമ്മളോട് വാദിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള നമ്മളിലുള്ള ആ ബോധത്തിനെയാണ് ജഡം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ പറയുക, ഈ കാണുന്ന ഈ ലോകത്തെയോ ഭൂഗോളത്തെയോ ഒന്നുമല്ല ഈ ലോകമെന്ന് പറയുന്നത്. ഈ ലോകത്തിലെ ഈ സിസ്റ്റത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെ അഭിപ്രായങ്ങൾക്കും ലോകത്തിൻ്റെ ഈ കാര്യങ്ങൾക്കുമാണ് ദൈവീക കാര്യങ്ങളെക്കാളും പ്രാധാന്യം എന്ന് ചിന്തിക്കുന്ന ആ മനോഭാവത്തിനാണ് നമുക്ക് പലപ്പോഴും ലോകമെന്ന് പറയാനായിട്ട് കഴിയുന്നത്. ലോകം എന്ന് പറയുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യം ലോകത്തിൻ്റെ അഭിപ്രായങ്ങളാണ്. ഈ ലോകത്തിന് അതിൻ്റെതായ ഒരു കാലഗതിയും, അല്ലെങ്കിൽ ഈ ലോകത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയും, അതിൻ്റെതായിട്ടുള്ള ഒരു ചിന്താഗതിയും, അത് ദൈവവചനത്തിനും ദൈവിക ആലോചനയ്ക്കും വിരോധമായിട്ട് നിൽക്കുന്ന ഒരു ചിന്താഗതിയും ഈ ലോകത്തിനുണ്ട്. അപ്പം ആ മെന്റാലിറ്റിയാ ദാറ്റ് ഐ ഹാവ് ടു അപ്പീസ് ദിസ് വേൾഡ് മോർ ദാൻ ഐ ട്രൈ ടു പ്ലീസ് ഗോഡ് ഓർ ദ തിങ്സ് ഓഫ് ഗോഡ്. അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങളെയോ ദൈവവചനത്തിനോ കൊടുക്കുന്ന പ്രാധാന്യത്തിൽ കൂടുതൽ ഈ ലോകത്തെ അപ്പീസ് ചെയ്യാനായിട്ട്, ഈ ലോകത്തെ പ്ലീസ് ചെയ്യാനായിട്ട് ഞാൻ കൊടുക്കണം എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ആ ചിന്തയാണ്. നമുക്കറിയാം, പൗലോസ്ലിയ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പം അവിടെ വായിക്കുന്നത് 6:14 നമ്മൾ വായിക്കുന്നു. ഞാൻ ആ വാക്യം വായിക്കാം. ഈ വാക്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിങ്ങനെ. ഗലാത്യർക്ക് എഴുതുന്ന ലേഖനം 6:14 നമ്മൾ വായിക്കുന്നു. 6:14, അതെ. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. അവിടെ ലോകം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഗലാത്യ സഭയിലുണ്ടായിരുന്ന ഒരു പ്രത്യേക സാഹചര്യം, അത് വിശ്വാസത്താലുള്ള രക്ഷ എന്നുള്ള കാര്യത്തെ തള്ളിക്കളഞ്ഞിട്ട് യഹൂദന്മാർ ഏറ്റവും ശ്രേഷ്ഠമെന്നും, അല്ലെങ്കിൽ യഹൂദന്മാരുടെ കയ്യിൽ നിന്നും ലോകത്തിൻ്റെ കയ്യിൽ നിന്നും അഭിനന്ദനം ലഭിക്കുന്ന നിലയിലുള്ള ഒരു തിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഹൂദ മര്യാദകളും പരിച്ഛേദനയും അതിൻ്റെ സെറമോണിയലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആചരിച്ച് അതുപോലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ അംഗീകാരവും അവർ നേരിടുന്ന എതിർപ്പിൽ നിന്നും അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ ഒരു വ്യത്യാസവും വിടുതലും ലഭിക്കും എന്നുള്ള നിലയിൽ ഈ കൃപയുടെ സുവിശേഷത്തെ തള്ളിക്കളഞ്ഞിട്ട് ന്യായപ്രമാണ സംബന്ധമായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ സെറമോണിയലായിട്ടുള്ള ചില ആചാരങ്ങൾ അനുഷ്ഠിക്കാനായിട്ട് പോകുന്ന ആൾക്കാരോടാണ് പൗലോസ്ലിയ പറയുന്നത്, ഈ ലോകത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് നിങ്ങൾ ജഡത്തിൽ സുമുഖം കാണിക്കാൻ വേണ്ടി മാത്രമാണ് അവർ നിങ്ങളെ പരിച്ഛേദന ഏൽക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നത്. ആ ആശയം എന്ന് പറയുന്നത് ഒരു ലോകത്തിൻ്റെ ആശയമാണ്, ദൈവത്തിൻ്റെ ആശയമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്നുണ്ടായതല്ല, അല്ലെങ്കിൽ വെളിപ്പാടിനാൽ ലഭിച്ചതല്ല. കേവലം ഈ യേശുവിൻ്റെ ക്രൂശ് കൊണ്ട് ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉള്ള ഒരു കോംപ്രമൈസ് ഫോമുലയാണ് ഈ സുവിശേഷം. നമുക്കറിയാം, ഒരു ദൈവ പൈതൽ ജനിച്ച് വീഴുന്ന സമയം മുതൽ ഈ ലോകം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാമല്ലോ, ഒരു ബാറ്ററിയൊക്കെ നമ്മൾ ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഡിസ്ചാർജ് ആകും. കാരണം എന്താ? കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ആ നെഗറ്റീവും പോസിറ്റീവും തമ്മിലുള്ള ആ ടെർമിനൽ തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസമുണ്ട്. അതിനാണ് നമ്മൾ 2 വോൾട്ട് 12 വോൾട്ട് എന്നൊക്കെ ഓരോ ബാറ്ററിയുടെ ഇതിനെപ്പറ്റി പറയുന്നത്. എന്നാൽ ക്രമേണ അതവിടെ ഇരിക്കുമ്പം ഇതിൻ്റെ ഉള്ളിലുള്ള ആ പൊട്ടൻഷ്യൽ വ്യത്യാസം കുറയുകയും പിന്നെ ഈ നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ഒരു വയർ വെച്ച് ഘടിപ്പിച്ചാൽ പോലും ഒരു ഭാഗത്തുനിന്ന് ഒരു ഭാഗത്തേക്ക് ഇലക്ട്രിസിറ്റി ഒഴുകാത്ത ഒരു അനുഭവത്തിലേക്ക് എത്തും. അപ്പം ഇതിന് ആ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത്, എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ലോകവും നമ്മളും തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ദൈവം തമ്പുരാൻ വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ പൊട്ടൻഷ്യൽ വ്യത്യാസം ഇല്ലാതാക്കാനായിട്ട് ആ പിശാച് എപ്പോഴും ശ്രമിക്കുക, അല്ലെങ്കിൽ ഈ ലോകം ശ്രമിക്കുന്നത് എന്ന് നമുക്കറിയാം. നീ അങ്ങനൊന്നും പ്രത്യേകിച്ച് മസിൽ പിടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നീ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ല, ഇങ്ങനെ ചെയ്യത്തില്ല, നീ വിശ്വാസി ആയതുകൊണ്ട് ഇതുപോലെ ചെയ്യത്തില്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല.
ഇച്ചിരി നമ്മൾ ഒന്ന് ഒരു കൊള്ളരുതായ്മകൾ കാണിച്ചെന്ന് വെച്ചോ, ഇച്ചിരി മദ്യപിച്ചെന്ന് വെച്ചോ, ഒരു ഇച്ചിരി കൈക്കൂലി മേടിച്ചെന്ന് വെച്ചോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയിലുള്ള ലോകപ്രകാരമുള്ള ഏതെങ്കിലും തെറ്റൊന്ന് ഒക്കേഷണലായിട്ട് ചെയ്തെന്ന് വെച്ചോ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അത് എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമുക്കറിയാമല്ലോ, ഈ യൂത്ത് ക്യാമ്പിൽ ഞാൻ ഈ യുവാക്കളുടെ ഇടയിൽ ഒത്തിരി വർഷങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്കറിയാം. ഈ ക്യാമ്പുകളിലൊക്കെ കടന്നു ചെല്ലുമ്പം ഈ ചെറുപ്പക്കാരുടെ പ്രധാന ചോദ്യം ഇതാ: പാസ്റ്ററെ, നമുക്ക് ഇന്ന കാര്യം ചെയ്യാവോ? അല്ല ഉപദേശി, നമുക്ക് ഇന്നതുപോലെ ചെയ്യാവോ? ഇത് ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ ലോകത്തിൽ നമുക്ക് എത്രമാത്രം പരമാവധി പോകാം, ഈ ലോകത്തിൻ്റെ സുഖങ്ങളും ലോകത്തിൻ്റെ അഭിപ്രായങ്ങളെയൊക്കെ നമുക്ക് എത്ര പരമാവധി ഉൾക്കൊള്ളാം, ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത പോലെ പരമാവധി നമുക്ക് എങ്ങനെ ജീവിക്കാം, ഇതാണ് ഗവേഷണം. അപ്പം ഞാൻ അവൻ്റെ കൂടെ, അല്ലെങ്കിൽ നമ്മൾ അറിയാമല്ലോ ഇങ്ങനെ അതൊന്നും ഉദാഹരണങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പല പല കാര്യങ്ങളിലും അവർ പറയുന്നത് ഞങ്ങളങ്ങനെ പോകുന്നതേ ഉള്ളൂ, അങ്ങനെ ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്യുകയില്ല. കാരണം എനിക്ക് ഈ ലോകത്തെ വെറുപ്പിക്കാനും വയ്യ, എന്നാൽ ദൈവസന്നിധിയിൽ തെറ്റ് ചെയ്തെന്നുള്ള ഒരു ചിന്തയിൽ ഇരിക്കാനും വയ്യ. അപ്പം ടെക്നിക്കലായിട്ട് ഞാൻ ദൈവവൈതലായിട്ടും ഇരിക്കണം, എന്നാലൊട്ട് ലോകത്തെ എനിക്ക് വെറുപ്പിക്കാനും പാടില്ല. ഈ നിലയിൽ പരമാവധി എങ്ങനെ കടന്നു പോകാം? അത് യുവാക്കളുടെ മാത്രമല്ല, യുവാക്കൾക്ക് ആ പ്രഷർ കൂടുതലുണ്ടാകുന്നത് നമ്മൾ ഈ പിയർ പ്രഷർ എന്നൊക്കെ പറയുന്ന പോലെ കൂട്ടുകാർ പറയുന്നതും അനുസരിക്കണം, വീട്ടിൽ അപ്പനും അമ്മയും പറയുന്നതും അനുസരിക്കണം, അതിന് മുകളിൽ യേശുപ്പച്ചൻ പറയുന്നത് അനുസരിക്കണം. ആകെ കുഞ്ഞുങ്ങൾ ആകെ വെപ്രാളത്തിൽ, അതുകൊണ്ട് വാലും തലയും കാണിക്കുന്നെന്ന് പറയുന്ന പോലെ ഉള്ളൊരു നിലയിൽ അവർ ജീവിച്ചു പോകാനായിട്ട് പലപ്പോഴും ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം എൻ്റെ കൂട്ടായ്മയിലുള്ള ഒരു പെൺകുട്ടി വളരെ സ്തുത്യർഹമായ ഇതോടുകൂടെ അവൾ ഇതൊക്കെ പാസ്സായപ്പോൾ ഞാനും എൻ്റെ വക അവൾക്കൊരു ക്യാഷ് അവാർഡൊക്കെ കൊടുത്ത് വളരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളെ കൈവച്ച് പ്രാർത്ഥിച്ച് അവളെ ആശീർവദിച്ച് ഞാൻ കടന്നു വിട്ടതാണ്. പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്കൊണ്ട് വീട്ടിലിരിക്കുമ്പോൾ ആഭരണം വിടത്തില്ല, പുറത്തോട്ടിറങ്ങുമ്പോൾ ആഭരണം വിടും. അതുപോലെ വീട്ടിൽ നിൽക്കുമ്പോൾ ചില കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല, പുറത്തോട്ട് പോകുമ്പോൾ ഇതൊക്കെ ചെയ്യും. കാരണം കുഞ്ഞുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല, അവരുടെ പരാജയം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ പറയുകയല്ല. വാട്ട് കൈൻഡ് ഓഫ് എ പ്രഷർ ദേ ആർ അണ്ടർ ഗോയിങ്. കാരണം ഈ സുവിശേഷവും എല്ലാം പറഞ്ഞതിന് ശേഷം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവും 1000 ആണ്ട് വാഴ്ചയും മില്ലേനിയവും കൂടെ പറഞ്ഞേച്ച് ഈ കുട്ടികളോടൊക്കെ ഇത് ഷെയർ ചെയ്തിട്ട് അവർക്ക് ഈ വിശ്വാസം ഇതാക്കാനുള്ള ആംബിയർ നമ്മുടെ പിള്ളേർക്കില്ല. അല്ലെങ്കിൽ ഒരു പക്ഷേ അവർക്കത് പറയാനായിട്ട് സാധിക്കത്തില്ല. അതേസമയം നീ മാത്രം എന്നാടി ഇങ്ങനെ ചെയ്യുന്ന, നീ മാത്രം എന്താടാ ഇങ്ങനെ എന്ന് പറയുന്ന, നീ ഒരു ഇങ്ങനല്ലേ അങ്ങനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ മുന്നിൽ ഒരു നല്ലവരാകാനും ശ്രേഷ്ഠരാകാനും അവരെക്കാളും ഒക്കെ മെച്ചമാണെന്ന് സ്ഥാപിക്കാനുമുള്ള ഒരു ആഗ്രഹം എല്ലാ കുഞ്ഞുങ്ങളുടെ ഉള്ളിലും ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അപ്പോൾ അവർക്ക് അവരുടെ ആ ഐഡന്റിറ്റി ക്രൈസിസിൽ അവർ നേരിടുന്നതായിട്ടുള്ള അവരുടെ ആ പ്രശ്നത്തിൽ വളരെ ഹെൽപ്പ് ചെയ്യാനും അവരെ സഹായിക്കാനും, മോനെ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുമായിട്ട് നമ്മൾ സമയം ചെലവഴിച്ചില്ലെങ്കിൽ പലപ്പോഴും അത് ഒരു കൗണ്ടർ പ്രൊഡക്റ്റീവായിട്ടും ഒരു കപട വിശ്വാസികളായിട്ട് അവർ ഭാവിയിൽ തീർന്നു പോകാനും, ഇതുപോലെ ലോകത്തിൽ പോകുമ്പോൾ ഇങ്ങനെയും കൂട്ടായ്മയിൽ വരുമ്പോൾ ഇങ്ങനെയും ജീവിച്ച് മുഖംമൂടി മാറിയിട്ട് ജീവിച്ചു പോകുന്നതാണ് വിശ്വാസ ജീവിതം എന്ന് ചിന്തിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് കാര്യങ്ങൾ വരാനുമുള്ള സാധ്യതയുണ്ട്. അത് പേരൻസ് ആയിട്ടുള്ളവരും അതുപോലെ പാസ്റ്റേഴ്സായിട്ടുള്ളവരും എൽഡേഴ്സായിട്ടുള്ളവരൊക്കെ ശ്രദ്ധിക്കുകയും ഇത്തരം മേഖലകളിൽ കുഞ്ഞുങ്ങൾക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടേ. അവരെ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, എടാ കഴിഞ്ഞ ആഴ്ച അല്ലേടാ നീ സ്നാനപ്പെട്ട്, നീ എന്നാടാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുമ്പം നമ്മൾ തന്നെ അവനോട് ഇൻഡയറക്റ്റായിട്ട് പറയുക, നീ സ്നാനപ്പെട്ടതും നീ ബൈബിൾ വായിച്ചതും ഒക്കെ വെറുതെയാ, നിനക്ക് രൂപാന്തരം ഒന്നും ഇല്ല, ഇനി വരാനോട്ട് പോകുന്നുമില്ല എന്നുള്ള നിലയിലാണ് നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്നത്. കുറ്റപ്പെടുത്തലല്ല ഇവിടെ ആവശ്യം. അവനോട് മോനെ ഇതൊക്കെ ഇങ്ങനെയാണ്, ഇതുപോലുള്ള ക്രൈസിസ് ഞാനും നേരിട്ടിട്ടുണ്ട്, എൻ്റെ മോൻ നേരിടുന്നതൊന്നും പുതിയ വിഷയങ്ങളൊന്നും അല്ല, എൻ്റെ മോനെ ഇതിലൊക്കെ ദൈവം നിന്നെ സഹായിക്കുകയും കർത്താവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കാനായിട്ട് ദൈവം നിന്നെ ബലപ്പെടുത്തുകയും ചെയ്യും. അബദ്ധങ്ങൾ പറ്റിപ്പോയത് പോട്ടെ മോനെ, സാരമില്ല എന്നും പറഞ്ഞ് അവനെ ചേർത്ത് പിടിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു മൂപ്പൻ്റെ മകനോ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു വ്യക്തിയുടെ മകനോ വല്ലോ ആയിരിക്കും. അതുകൊണ്ട് നമ്മളതിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇന്നാരുടെ മോനെ കണ്ടില്ലേ? പ്രത്യേകിച്ച് നമുക്കറിയാലോ, ഉപദേശിമാരുടെ മക്കളെന്ന് പറയുന്നത് എല്ലാ കൂട്ടായ്മയിലും ഉള്ള ഒരു എല്ലാ പഴികളും ഏറ്റുവാങ്ങാൻ നിർബന്ധിതരായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ അവർ പലയിടത്തും റിബല്യസ് ആയിട്ട് തീരുന്നതും കാണാനായിട്ട് ഇടയായിട്ട് തീർന്നിട്ടുണ്ട്.
ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഈ ഈ ലോകവുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകാനുള്ള പ്രഷർ രക്ഷിക്കപ്പെട്ട എല്ലാ മക്കൾക്കും. ഞാനൊരു ഫേമസ് ആയിട്ടുള്ള കൊട്ടേഷൻ കേട്ടിട്ടുണ്ട്. പിശാച് ദൈവത്തിൻ്റെ മക്കളെ പരമാവധി എതിർക്കാനായിട്ട് നോക്കി സാധിച്ചില്ല. അവസാനം പിശാച് തന്നെ അതിലങ്ങ് ചേർന്നു, ആ സഭയിൽ അങ്ങ് ചേർന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് നമുക്കറിയാമല്ലോ. നമ്മൾ ഈ വെളിപ്പാട് പുസ്തകം 16, 17 അധ്യായത്തിൽ ഒക്കെ കടന്നു വരുമ്പോൾ ആ മൃഗത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന വ്യഭിചാരിണിയായ സ്ത്രീയെക്കുറിച്ച് നമ്മളൊക്കെ സാധാരണ പറയുന്ന ഒരു 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 അതിനെക്കുറിച്ചുള്ള അതിൻ്റെ കമൻട്രി നമ്മൾ വായിക്കുകയും നമ്മൾ കേട്ടിട്ടുമുള്ളത് അത് കോംപ്രമൈസ് ചെയ്തു പോയ സഭയാണ് ആ ഇരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം കർത്താവിൻ്റെ വരവിങ്കൽ ഈ ലോകത്ത് കാണപ്പെടുന്ന അല്ലെങ്കിൽ അന്തിക്രിസ്തുവിനും അല്ലെങ്കിൽ പിശാചിൻ്റെ ആ ആക്ടിവിറ്റീസിനൊക്കെ സഹായകരമായി തീരുന്ന നിലയിൽ ഉള്ള ഒരു നിലവാരം ഈ കോംപ്രമൈസ് ചെയ്ത സഭ എടുക്കും. അല്ലെങ്കിൽ ഈ സഭ കോംപ്രമൈസ് ചെയ്ത്, കാരണം നമ്മൾ സാധാരണ പറയുന്ന പോലെ വെള്ളം വള്ളത്തിൽ കയറരുത്, വെള്ളം വള്ളത്തിൽ കയറിയ വള്ളം മുങ്ങിപ്പോകും എന്ന് പറഞ്ഞ പോലെ ഈ വെള്ളം വള്ളത്തിൽ കയറിയ ഒരു സഭയെയാണ് നമുക്ക് ആ ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എത്ര പരിതാപകരമാണ്. കാരണം നമ്മളൊക്കെ ചെറിയ വിഷയങ്ങളില്ല, അങ്ങനെയും ചെയ്യാവോ ഇങ്ങനെയും ചെയ്യാവോ, അംഗവും കാണാൻ താളി ഓടിക്കാം, കൈ നനയാതെ മീൻ പിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് രണ്ട് നിലയിലും ലോകത്തെയും പ്രസാദിപ്പിക്കാം ദൈവത്തെയും പ്രസാദിപ്പിക്കാം എന്നുള്ളൊരു നിലയിൽ നമ്മൾ വലിയ മിടുക്കായിട്ട് കാണുന്ന നമ്മുടെ മിടുക്കുകൾ പലതും ദൈവത്തിൻ്റെ സന്നിധി യോഗ്യമല്ലാത്ത കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യം. അതൊന്നും ഈ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തോട് ശത്രുവാകുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ള ഗവേഷണം നമ്മൾ കൂടുതൽ വ്യാപിപ്പിക്കാതെ നമ്മൾക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ അങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്യാം, അവിടെയും പ്രശ്നമില്ല ഇവിടെയും പ്രശ്നമില്ലാതെ പോകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പലതും. എന്നാൽ അത്തരം സാഹചര്യങ്ങളിൽ നമ്മളൊരു സാക്ഷ്യം പറയുന്നെങ്കിൽ ഞാനൊരു ദൈവ പൈതലാണ് അല്ലെങ്കിൽ ഞാൻ ഇന്നതുപോലെയാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ലോകം നമ്മളെ വെറുക്കും എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ നിങ്ങളെ ഈ ലോകത്ത് തിരഞ്ഞെടുത്തത് കൊണ്ട് ഈ ലോകം നിങ്ങളെ പകയ്ക്കും. അപ്പം നമ്മൾ കണ്ടെത്തുന്ന മാർഗം എന്താ? നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല, നമ്മളും ഒരു ലോകമനുഷ്യനാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കും. നമുക്കറിയാമല്ലോ, ഈ ക്ലബ് ഹൗസ് വേദികളിൽ തന്നെ എത്ര നീചമായിട്ടും നികൃഷ്ടമായിട്ടും ഉള്ള വാക്കുകൾ ഉപയോഗിച്ച ദൈവമക്കളെ പലരും അഡ്രസ്സ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയാം. കാരണം അവർ ലോകക്കാരായിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ കാരണം. ദൈവവചനത്തിൻ്റെ ABCD പോലും അറിയാതിരിക്കുന്ന പല ആൾക്കാരും ഇരുന്ന് വചനം വെച്ച് തന്നെ ദൈവമക്കളെ വിധിക്കുന്നത് കാണുമ്പം എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. കർത്താവേ, ഇവരെങ്ങാനും ഈ വചനം അറിയേണ്ടതുപോലെ അറിഞ്ഞിരുന്നെങ്കിൽ, അവിടുത്തെ വചനത്തിൻ്റെ വെളിപ്പാട് അവർക്ക് പ്രാപിച്ചിരുന്നെങ്കിൽ അവരൊരിക്കലും അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. എന്നാൽ അവരുടെ ലോക മനസ്സിൽ അവർ ഈ ദൈവവചനത്തെ എടുത്ത് മിസ്കോട്ട് ചെയ്തിട്ട് അവർ സ്വന്തം നാശത്തിനുള്ള കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അല്ലാതെ നമ്മളെ അവരങ്ങനെ പറഞ്ഞു എന്നുള്ളതല്ല, എന്നുള്ളതല്ല വിഷയം. അതൊരു വിഷയമായിട്ട് ഇവിടെ വരുന്നതേ ഇല്ല. കർത്താവേ, ഈ കാര്യമുള്ള ദൈവവചനം എടുത്തിട്ടും അവർക്ക് ഇതിൻ്റെ പൊരുൾ മനസ്സിലാകാതെ ഇങ്ങനെയൊക്കെ പറയേണ്ട ഒരു അവസ്ഥ അവർക്ക് വരുന്നല്ലോ എന്ന് ഓർക്കുമ്പം വളരെ ശോചനീയമായ ഒരു അനുഭവമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം ലോക മനസ്സ് വെച്ചിട്ട് ഈ വചനത്തെ വ്യാഖ്യാനിക്കാൻ നമുക്ക് പറ്റുകയില്ല. ലോക മനസ്സ് വെച്ചിട്ട് ഈ ദൈവത്തോട് ശത്രുത്വമുള്ള ഈ മനസ്സ് വെച്ചിട്ട് ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് ഒരു കാലം കഴിയുകയില്ല. ഈ വെറുപ്പുള്ള വാക്കുകളിലൂടെയും ഈ വിദ്വേഷങ്ങളിലൂടെയും ഒക്കെ കടന്നു വരുന്നത് നമുക്കറിയാമല്ലോ. സത്യത്തിൽ ആ വ്യക്തി ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവത്തെ വെറുക്കുന്നു. ഇവിടെ വായിക്കുന്നവർ എന്നെ വെറുക്കുന്നു എന്നുള്ളത് മാത്രമല്ല, എൻ്റെ പിതാവിനെയും അവർ വെറുക്കുന്നു എന്ന് നമ്മളവിടെ വായിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ വെറുക്കുന്ന നമ്മുടെ പിതാവായ ദൈവത്തെ വെറുക്കുന്ന വ്യക്തികൾ തന്നെയാണ് അവർ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ള വ്യാജേന അവർ ദൈനംദിനം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു വിടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കേട്ടതുപോലെ തന്നെ നമുക്കിതിൽ ആശ്ചര്യപ്പെടേണ്ട. ലോകം നമ്മളെ പകയ്ക്കുന്നെങ്കിൽ ആശ്ചര്യപ്പെടേണ്ട. കർത്താവേ, അത് പറയേണ്ടതേ പറഞ്ഞിട്ടുള്ളൂ. കറക്റ്റ് ഞാനൊരു ദൈവപൈതലാണ്, അതുകൊണ്ടാണ് ലോകം എന്നെ ഇങ്ങനെ പറയുന്നത്. അത് ഓർത്ത് നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തെ സ്തുതിക്കാനും, ഈ ലോകവും ഇരുളും വെളിച്ചവും നമ്മൾ ദൈവം ഒരു വ്യത്യാസം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ
കർത്താവ് ഈ രക്ഷിക്കപ്പെട്ടവനും രക്ഷിക്കപ്പെടാത്തവനും തമ്മിലൊരു വ്യതിയാനം വെച്ചിട്ടുണ്ട്. നമുക്ക് ആ വ്യതിയാനത്തെ, ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഈ ദിവസങ്ങളിൽ ഇല്ലാതാക്കുന്ന പണിയല്ല. ദൈവം വെച്ച വ്യത്യാസം അവിടെ ഇരിക്കട്ടെ, ലോകം നമ്മളെ പകയ്ക്കട്ടെ, അവസാനം വരെ ഇതിങ്ങനെ പോട്ടെ. കർത്താവ് സകലവും അറിയുന്നുണ്ടല്ലോ, അവൻ സകലവും വിധിക്കാനായിട്ട് കടന്നു വരുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ അവനിൽ നമുക്ക് ആശ്രയിക്കാം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.